സിനു ആരാന്ന് മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു തരാം. സിനു ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. ജിത്തു വഴിയാണ് ഞാൻ ഇവരെയൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് തന്നെ കിട്ടുന്നത്. അടിപൊളിയാണ് ഇവരെല്ലാവരും. ഇപ്പോൾ സിനുവിനുള്ളത് ഉമ്മയും ഇത്താത്തയാണ്. ഇത്താത്ത ഗൾഫിലാണ്. സിനുവിൻ്റെ ഉമ്മയാണ് നോമ്പാണെങ്കിലും ഇപ്പോൾ പെരുന്നാളാണെങ്കിലും ഒക്കെ ഞങ്ങളെ വിളിക്കാറ്. ഞങ്ങൾ മാത്രമല്ല, ജിത്തുൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഉമ്മ വിളിക്കാറുണ്ട്. ചിലവരൊക്കെ ബിസി ആയിരിക്കും, എന്നാലും എത്തിപ്പെടാൻ പറ്റുന്നവരൊക്കെ എത്തിപ്പെടാറുമുണ്ട്. എല്ലാ പെരുന്നാളിനൊന്നും പോകാൻ പറ്റാറില്ല. ചിലപ്പോൾ ഞങ്ങളും അങ്ങനെ ബിസി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഉമ്മ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. By Intel Core Ultra processors. Now, your aura is limitless. സിനുവിൻ്റെ നാടെത്തിട്ടോ. ഇനി നമുക്ക് അവിടെ പോവാം. അവിടെ ഉമ്മയും സിനു ആണ് ഉള്ളത്, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സും. ഇപ്രാവശ്യം ഞങ്ങളാണ് കേട്ടോ ഉള്ളത് പെരുന്നാൾ ആഘോഷിക്കാൻ. ഇതാണ് കേട്ടോ വീട്. ഇപ്പം തന്നെ നല്ല ബിരിയാണീൻ്റെ സ്മെല്ല്. ഞങ്ങൾക്ക് വേണ്ട ജ്യൂസ് എടുക്കാം കേട്ടോ. ഹലോ. ഞങ്ങളെത്തിയപ്പോൾ സിനു ഞങ്ങൾക്ക് വേണ്ട ജ്യൂസ് തയ്യാറാക്കിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കേണ്ടപ്പോൾ ഭയങ്കര ഷൈ ആയി അവന്. എന്തായാലും ഞങ്ങൾ ജ്യൂസ് കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു കുറച്ച് സമയം. പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാനിരുന്നു. ബിരിയാണി കഴിച്ചതിന് ശേഷം ഞാനും ഉമ്മയും സിനും ബിജും കൂടിയും പുഴവക്കത്തേക്ക് ഫോട്ടോ എടുക്കാൻ പോയി കേട്ടോ. കുറച്ച് പേര് അവിടെ ഇരുന്നു, കാരണം ബിരിയാണി കഴിച്ചിട്ട് മത്തായിട്ട് അവിടെ ഇരുന്നു കുറച്ച് നേരം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഞാനും ഉമ്മയും നല്ല കമ്പനി കേട്ടോ. ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് പോകും. ഇപ്പോൾ ഉമ്മ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളെ നാട്ടിൽ പുഴയുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ ഒരു കടലുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. പുഴയും കടലും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അതിനൊക്കെ പറ്റി പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. താഴത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. ഇവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. താഴത്തേക്ക് ഇറങ്ങാൻ അവിടെ നല്ല വെയിലുമാണ്, പിന്നെ കുറച്ച് അങ്ങനെ പോകണം. അപ്പം അത്രയ്ക്കും നടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ നല്ല നല്ല പിക്ക് കിട്ടുമായിരുന്നു. ഞങ്ങളിങ്ങോട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു. സിനുവിൻ്റെ ഉമ്മേൻ്റെയും ഫോട്ടോ ആണ് ഞങ്ങൾ എടുത്തു കൊടുത്തത് കേട്ടോ. അവർ അടിപൊളിയായിട്ട്, അവർ നല്ല കോംബോ ആണ്, നല്ല രസമാണ് അവരെടുത്ത്. ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനൊരു പള്ളി കണ്ടത്. ചെറിയ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ചെറിയൊരു കട. ആ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന കുട്ടി കുട്ടി സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നത് പടക്കം ഇതിനു മുന്നേ ബിജു പൊട്ടിച്ചതിൻ്റെ ഫണ്ണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എവിടെ നമ്മളിപ്പോൾ വാങ്ങിച്ച പടക്കം എവിടെ? ഓലപ്പടക്കം സെറ്റ്. ജിത്തു അവിടെ ഉറങ്ങുന്നുണ്ടോ? അവൻ്റെ മൂട്ടിൽ വെച്ച് പൊട്ടിക്കാനെന്നാ പറഞ്ഞത്. ജിത്തു ഇവിടെ ഉറങ്ങാണ് കേട്ടോ. പൊട്ടിക്കാം. നിർത്തി വെക്കാം.
എണീറ്റില്ല. ഓലപ്പടക്കത്തിന് നാണം കിട്ടല്ലേ. എണീറ്റില്ല. ജിത്ത് എണീക്കാത്തതുകൊണ്ട് ഒരു പടക്കം കൂടി ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആളുണർന്നു, എണീറ്റില്ല. പക്ഷേ സിനുവിൻ്റെയും ഉമ്മേൻ്റെയും സ്ഥലം കാണിച്ചു തരാം കേട്ടോ. പുതിയ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം. കുറച്ച് അങ്ങോട്ട് നടക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ വെള്ളം കുപ്പിയൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ നടന്നു. പോകത്തില്ല. എവിടെ സ്ഥലം കുറേ ആയി എടുത്തിട്ട്? കുറച്ചായി. റൈസറൊന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഫുള്ളും പൈസ കൊടുത്താൽ റൈസറാവും. ഓക്കെ, സെറ്റാവും. നമ്മളെ സ്ഥലം വരുന്നത് ഈ വീടിൻ്റെ അപ്പുറത്താട്ടോ. ഞങ്ങളിങ്ങനെ നടന്ന് ആ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ഉമ്മയ്ക്കൊരു മാങ്ങ കിട്ടിയിട്ടോ. നല്ലതായിരുന്നു. ഉമ്മ അത് കൈ പിടിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. ഓക്കെ. ഇതുവരെ റോഡാവും അല്ലേ? ഇതല്ലേ ഉമ്മച്ചിയുടെ? ഇതാണ് സ്ഥലം. ഓക്കെ. സിനുവിൻ്റെ ഐഡിയ പോലെ ആട്ടോ ഇവിടെ എടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ കെട്ടിയണോ? ഇത് അതിരാട്ടോ. ഈ ഒരു നമ്മളെ സ്ഥലം അവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ കേട്ടോ. നമ്മളെ സ്ഥലം വരുന്നത് സിനുവിൻ്റെ ഉമ്മേൻ്റെയും. ഇതൊക്കെ റെഡിയാക്കിയിട്ട് സിനുവും ഉമ്മയും കൂടി ഇവിടെ ഒരു വീട് വയ്ക്കും. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറയുന്നത് പുഴയാട്ടോ. ഇല്ല, ഈ വീടിൻ്റെ അപ്പുറത്ത് പുഴ. നമുക്ക് പുഴ വരെ പോയി നോക്കാം. ഇവിടെ വീടെടുത്ത് അടിപൊളിയാട്ടോ. ഇവിടെ നമ്മൾ ചെറുതായിരുന്നു ഈ പുഴയ്ക്കന് തിരുമ്പാനും കുളിക്കാനൊക്കെ. ആണോ? നല്ല രസമായിരുന്നു. സിനു പറയുന്ന പോലെ നമ്മൾ അവിടുത്തെ വീട് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ എടുക്കുന്നതാണ് ബെറ്റർ അല്ലേ? വഴിയുള്ള സ്ഥലത്ത് തന്നെ, റോഡുള്ള സ്ഥലത്ത് തന്നെ. ഉമ്മച്ചി എന്നെ വീണ്ടും പുഴ കാണിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. അതൊരു പറമ്പ് കൂടിയായിരുന്നു പോയിരുന്നത്, അതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടായിരുന്നു. അവിടെ എന്താ പറയുക, ചവലൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. വഴി ഇങ്ങനെയൊക്കെ കേട്ടോ, കുറച്ചൊരു കാട് പോലെ ആയിട്ടുണ്ട്. പുഴ കാണാൻ പോവുകയാണ്. ഇതൊക്കെ ജാതിക്ക മരമുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ജാതിക്ക. എത്തി. പുഴേൻ്റെ അടുത്തെത്തി നമ്മൾ. അമ്മേ, ഇവിടേക്ക് ഒരു കാഴ്ച കേട്ടോ. സെറ്റ്. അവിടെ ഇപ്പോൾ വെള്ളം താഴ്ന്നുകൊണ്ട് ഇങ്ങനെ പോവാൻ തോന്നുന്നുണ്ട് അല്ലേ, താഴത്തേക്ക് ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ ആരും ഇങ്ങനെ കുളിക്കലൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ചെറുതായിരുന്നു ഇവിടെയൊക്കെ വന്നിട്ടാണ് കുളിക്കൽ. ആ കല്ലൊക്കെ കല്ലുമ്മലൊക്കെ നമ്മൾ കുളിക്കണം, തിരുമ്പണതൊക്കെ ചെറുതായിരുന്നു ചെറുതിൽ. പിന്നെ ഇപ്പോൾ വീട്ടിൽ വെള്ളം സൗകര്യം വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോകാറില്ല. പണ്ടൊക്കെ വന്നിരുന്ന കാലമായിരുന്നു അല്ലേ? പണ്ട് പറഞ്ഞാൽ ഒരു 10-15 വർഷം മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല, അവിടെ നല്ല താഴ്ചയാണ്. അപ്പം അതിനപ്പുറത്ത് കൂടിയൊക്കെ പോകണം. അപ്പോൾ കുറച്ച് തോന്നുന്നുണ്ട്. നമുക്കിപ്പോൾ തിരിച്ചു പോകാം. ഒന്നുകൂടി അറിയാം സിനു, ഒന്നും കൂടി അറിയാം. എന്നിട്ട് എത്തും നോക്കാം. ഉമ്മത പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് മറ്റേ നല്ല
പഞ്ചാര വാങ്ങ. പഞ്ചാര മാങ്ങയാണ്, അതാണ് അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഉമ്മക്ക് കിട്ടൂല, കാട്ടിലേക്ക് വീണക്കുന്നേ അത് ഓടുന്നത്. സൂക്ഷിച്ച പാമ്പുണ്ടാവോ നോക്കിക്കോ. അത് മറ്റാള് ഒരാള് വന്നിരിച്ചു. കിട്ടിയാ നീ ഇങ്ങോട്ട് പോര്, കിട്ടിയില്ലേ കിട്ടിക്കുന്നുട്ടോ. ഞാൻ എറിയ എവിടത്തെ പോ, അവിടെ ഇല്ല. കിട്ടിയോ? കിട്ടി. പച്ചല്ലേ പച്ചല്ലേ പഴുക്കാനാവുന്നുള്ളൂ എല്ലാം. അമ്മേ അമ്മേ ഓടിക്കും. അവിടുത്തെ സിനു പറിച്ച മാങ്ങേന്റെ വലിപ്പം കാണിച്ചു കൊടുക്കും. പക്ഷെ അവൻ പറിച്ചു. ഉമ്മേന്റെ കയ്യിലുള്ള മാങ്ങ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇത് മുമ്പൾക്ക് ഇവിടുന്ന് പറിച്ചു കിട്ടിയല്ല. എന്താ പറയാ, ഇതിലൊക്കെ പാത്ത് പൂച്ചക്കുട്ടിയില്ലേ, ചെറിയ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട്. മേലുണ്ട്. ഞാൻ ഈ മാങ്ങയും കൈ പിടിച്ചു, നീ അയിമ വെച്ചു, പിന്നെ ഞാൻ അടുത്ത് ഇങ്ങനെ പോകുന്നു. പശു അവിടെ തീറ്റിക്കാൻ കൊണ്ടുവരും. പാടല്ലേ, വീടിന്റെ അടുത്ത് നമുക്ക് കാണാൻ കഴിയൂല. പക്ഷെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരും പശുവിനെ. ആണല്ലേ? ആ ആ ആ, നമ്മൾ ഇറങ്ങാനായി കേട്ടോ. ഉമ്മേൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വെറും കൈയോടെ തിരിച്ചയക്കുകയില്ല. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ആളപ്പോഴേക്ക് എന്താണോ ഉള്ളത് അത് പൊതിഞ്ഞ്, എന്താണോ കഴിക്കാനുള്ളത് അത് പൊതിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് അയക്കും. ബിരിയാണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, വീട്ടിലെല്ലാവർക്കും കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് കൊണ്ടുതരും. സത്യം പറഞ്ഞാൽ ഏകദേശം എല്ലാ ഉമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് 4 ആൾക്കും കുട്ടിന് കഴിക്കാനുണ്ട്. അവന് വേറെ ക്ഷണം ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിൻ്റെ അപ്പൂന് നാട്ടിൽ നിന്ന്. ചിക്കൻ പൊരിച്ചത് അങ്ങനെ പാക്ക് ചെയ്ത്. ഓക്കെ, താങ്ക് യു ഉമ്മ. ശരി ഗൈസ്, നമ്മൾ ജെയിംസ് സ്കൂളിൽ വന്നതാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പെരുന്നാളിന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വെച്ചിട്ട് വന്നതാണ്. ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയതാട്ടോ ഈ 2 മക്കളെ. അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ എൻ്റെ കൂടെ ഇരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ എൻ്റെ കൂടെ വന്നിരുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ പെരുന്നാൾ. അടിപൊളിയായിരുന്നു. ഇതിപ്പം കുറച്ച് ലേറ്റായിട്ടാണ് ഇടുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.